ഇല്ലാത്ത കുടിവെള്ള പദ്ധതിയുടെ പേരിൽ സ്ഥലം വാങ്ങാൻ പണപ്പിരിവ്. സ്ഥലമുടമയ്ക്ക് മുഴുവൻ തുക കൈമാറാതെയും രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കാതെയും ഭൂമി പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെടുത്താൻ ശ്രമം. ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനുമെതിരെ ആരോപണം. മാട്ടുത്താവളം വട്ടപ്പാറമേട് കുടിവെള്ള പദ്ധതിയുടെ പേരിൽ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഭൂമി വാങ്ങിക്കുവാൻ ഗുണഭോക്താക്കളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തുന്ന ആരോപണമാണ് ഉയരുന്നത്. മാട്ടുത്താവളം വട്ടപ്പാറമേട് കുടിവെള്ള പദ്ധതി എന്നൊരു പ്രോജക്റ്റിന് പഞ്ചായത്തിൽ നിന്നോ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ തുക മാറ്റിവെച്ചിട്ടില്ല. ഇല്ലാത്ത കുടിവെള്ള പദ്ധതിയുടെ പേരിൽ സ്ഥലം വാങ്ങാൻ പണപ്പിരിവ് നടത്തിയതും സ്ഥല ഉടമയ്ക്ക് മുഴുവൻ തുക കൈമാറാതെയും രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാതെയും മറ്റൊരാളുടെ പട്ടയഭൂമി പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുവാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രമിച്ചത് ഒരു ജനപ്രതിനിധിക്ക് ചേർന്നതല്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 2500 ആദ്യം കൊടുക്കണം സ്ഥലം മേടിക്കാൻ എന്ന് പറഞ്ഞു. അത് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി മാത്രമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കൃഷികളും കൂടെ കൂട്ടിയായപ്പോഴത്തേനും 250 രൂപ വെച്ച് കൂടുതൽ കൊടുക്കും. നമ്മൾ 2750 രൂപ വെച്ച് കൊടുത്തു. അതിൽ ഈ വാർഡ് തിരിച്ച് 3 ഭാഗങ്ങളാക്കിയിട്ട് ഈ 2 പേരെ വെച്ച് ഏൽപ്പിച്ചായിരുന്നു ഈ പൈസ പിരിക്കാൻ. അത് നമ്മുടെ ഇവിടെ എൻ്റെ ഈ ഭാഗത്തെന്ന് പറഞ്ഞാൽ വിജയപ്പനും മറ്റേ സിജുവിൻ്റെ കുടുംബം കൂടിയായിരുന്നു. ഞാൻ 2750 രൂപ കൊടുത്തു. ഇന്ന് വരെ എനിക്ക് റെസിപ്റ്റും കിട്ടിയിട്ടില്ല. ഈ പൈസ ഉണ്ടോയെന്നും അറിയത്തില്ല. പഞ്ചായത്തിലെ 4-ാം വാർഡിന്റെ ഭാഗമായ വട്ടപ്പാറമേട്, കാപ്പിപ്പാറ, വലിയകുഴി, 7-ാം വാർഡിന്റെ ഭാഗമായ കണിമേട്, മാട്ടുത്താവളം എന്നീ ഭാഗങ്ങൾ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളാണ്. ഈ 2 വാർഡുകളിലെയും കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശത്തെ ജനങ്ങൾ 2021 മെയ് അവസാനത്തോടെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മാട്ടുത്താവളം പാരിഷ് ഹാളിൽ വിളിച്ച് യോഗം ചേർന്നിരുന്നു. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി കുളം നിർമ്മിക്കാനായി സ്വകാര്യ വ്യക്തിയുടെ പക്കൽ നിന്നും 5 സെന്റ് ഭൂമി വാങ്ങുമെന്നും അതിനായി പ്രദേശത്തെ 200ഓളം കുടുംബങ്ങളിൽ നിന്നും 1750 രൂപ വീതം പിരിച്ചെടുക്കണമെന്നും ഇരുവരും അറിയിച്ചു. ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ പണവും നൽകി. പഞ്ചായത്ത് കുളം പണിക്ക് വേണ്ടി 10 സെന്റ് സ്ഥലം 2,50,000 രൂപയ്ക്ക് കൊടുത്താണ്. ഞാനത് 1,85,000 രൂപ വാങ്ങിച്ചാണ്. ബാക്കി രൂപ 65,000 രൂപയ്ക്ക് കിട്ടാനാണ് 3 മാസത്തെ അവധിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ഥലം കൊടുത്തത്. 3 മാസം കഴിഞ്ഞ് പട്ടയം ബാങ്കിൻ്റെ അടുത്ത് കൊടുത്തിട്ട് പല പ്രാവശ്യവും മെമ്പറിനോട് ആവശ്യപ്പെട്ടാണ്. അത് ഇതിലുമായിട്ട് എനിക്കെടുത്ത് തന്നില്ല. ഇത്ര എടുത്ത് തന്നില്ല. ഞാൻ ബാക്കിയുള്ള സ്ഥലം കൊടുക്കുകയും അത് എഴുതി മാറുകയും ചെയ്തു. ഈ സ്ഥലം മാത്രമേ എഴുതി മാറാനായിട്ട് ഉള്ള ഇവർ പൈസ തരാത്തതുകൊണ്ട് എഴുതി മാറിയിട്ടില്ല. എന്നാൽ പിന്നീട് പണികളൊന്നും നടക്കാതെ വന്നപ്പോഴാണ് ഗുണഭോക്താക്കൾ അന്വേഷിച്ചപ്പോൾ പഞ്ചായത്തിൽ ഫണ്ടില്ല എന്നും ഇറിഗേഷൻ വകുപ്പുമായി ചേർന്ന് കുളം നിർമ്മിക്കാമെന്നും അതിനായി മുൻപ് കുളത്തിനായി സ്ഥലം വാങ്ങിയ വ്യക്തിയിൽ നിന്ന് 5 സെന്റ് കൂടി വാങ്ങണമെന്നും ഇപ്പോൾ കൃഷിക്ക് ആവശ്യമായ ജലം കൂടി ലഭിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. അതിനായി കുറച്ചു പണം കൂടി ആവശ്യമുണ്ടെന്ന് പറഞ്ഞ ആളുകളിൽ നിന്നും 1000 രൂപ കൂടി പിരിച്ചെടുത്തു. 4 വർഷം കഴിഞ്ഞിട്ടും ഇതേവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ സ്ഥലം നൽകിയ വ്യക്തിക്ക് പണം പൂർണ്ണമായി നൽകിയിട്ടില്ലെന്നും രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ സ്ഥലം പഞ്ചായത്തിന്റെ ആസ്തിയിൽ ചേർക്കാനുള്ള ശ്രമം തടയണമെന്നും ആവശ്യപ്പെട്ട സ്ഥലമുടമ പഞ്ചായത്ത് സെക്രട്ടറിക്ക് രേഖാമൂലം പരാതി നൽകി. എത്ര രൂപ പിരിച്ചെടുത്തെന്നോ എത്ര രൂപയ്ക്കാണ് സ്ഥലം വാങ്ങിയതെന്നോ സ്ഥലമുടമയ്ക്ക് എത്ര രൂപ കൊടുത്തെന്നോ ഗുണഭോക്താക്കൾക്ക് ആർക്കും അറിയില്ല. ഇല്ലാത്ത പദ്ധതിയുടെ പേരിൽ പിരിച്ച പണം ഗുണഭോക്താക്കൾക്ക് തിരികെ നൽകാൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും തയ്യാറാകണമെന്നതാണ് ഉയരുന്ന ആവശ്യം. സിറ്റി വിഷൻ, ഉപ്പുതറ.